കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വലിയ നോമ്പിലെ 36-ാം ഞായറാഴ്ച എല്ലാ വർഷവും കാതോലിക്ക ദിനമായി ആചരിക്കുകയാണ്. കാതോലിക്ക ദിനാചരണ ദിവസം തന്നെ അത് സഭാദിനവും കൂടി എന്ന് ചേർത്ത് ആഘോഷിക്കണമെന്ന് നാം തീരുമാനിക്കുകയും അതനുസരിച്ച് വർഷങ്ങളായി അത് സഭാദിനവും കൂടിയായി ആഘോഷിച്ചു വരുന്നുണ്ട്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും അതിൻ്റെ ഐഡൻറ്റിറ്റിയും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സ്ഥാനമാണ്, പദവിയാണ് കാതോലിക്കേറ്റ് എന്നുള്ളത്. വിദേശ മേധാവിത്വത്തെ നാം ഒഴിവാക്കി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു വിദേശ സഭയുടെ കീഴിലുള്ളൊരു സഭയല്ല എന്ന് അക്ഷരത്തിലും ആത്മാവിലും ബോധ്യപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥാനമാണ്, പദവിയാണ് കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. AD 52 കേരളത്തിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹാ കടന്നു വന്ന് നമ്മെ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം ബോധ്യപ്പെടുത്തി. അന്ന് ഇവിടെ ക്രൈസ്തവ മാർഗം വിശ്വാസികൾ സ്വീകരിക്കാനിടയായി. ആ പുരാതന സഭ 21 നൂറ്റാണ്ടോളം ദൈവം മനോഹരമായ ആ സഭയെ നടത്തി. എന്നാൽ 16-ാം നൂറ്റാണ്ട് വന്നപ്പോഴേക്കും കോളനി വാഴ്ച വന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങൾ ഭാരതത്തിൽ വ്യാപാരത്തിനായി വന്നു. അവർ വ്യാപാരം ചെയ്യുക മാത്രമായിരുന്നില്ല, വിദേശ സഭകൾ മിക്കവാറും എല്ലാം ക്രൈസ്തവ മതത്തിൽപ്പെട്ട രാജ്യങ്ങളായിരുന്നു. അവർ ഇവിടെ വന്ന് ഈ പുരാതന സഭയുടെ വിശ്വാസ കാര്യങ്ങളിൽ കൈകടത്തുവാൻ തുടങ്ങി. അങ്ങനെ കൈകടത്തി ഇവിടെയുള്ള ഏതാനും ചിലർ മിഷണറിമാരുടെ വിശ്വാസ രീതികളോട് ചാഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അതിനെ ശക്തിയുക്തം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടേതല്ലാത്ത കാരണത്താൽ, അഥവാ നമ്മുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ തക്കവണ്ണം നാം വിദേശ സഭകളുടെ അടിമത്തത്തിൽ വീഴാനിടയായി. ഉദയംപേരൂർ സുന്നകദോസിൽ നാം നമ്മുടെ വിശ്വാസികൾ പാശ്ചാത്യ സഭയുടെ വിശ്വാസം കുറെ സ്വീകരിക്കുവാൻ നിർബന്ധിതരായി തീർന്നു. തുടർന്ന് പല വിദേശ സഭകളും ഈ സെൻറ് തോമസ് പാരമ്പര്യത്തിലുണ്ടായിരുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ അവരെ നുഴഞ്ഞു കയറി എന്ന് വേണം പറയാൻ. അതിൽ നിന്നെല്ലാം നാം സ്വാതന്ത്ര്യം നേടുന്നത് ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ സഭയിൽ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ അതിൻ്റെ സ്വാതന്ത്ര്യവും സ്വത്വവും നിലനിർത്തുവാൻ തക്കവണ്ണം ഈ പദവി നമുക്ക് ഉപയോഗപ്പെട്ടു. അതുകൊണ്ട് കാതോലിക്ക ദിനം എന്ന് പറയുമ്പോൾ പൂർവ്വപിതാക്കന്മാർ എത്രമാത്രം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടാണ് ഈ സ്ഥാനം നമുക്ക് ലഭിച്ചത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോഴും ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന വിദേശ വ്യാപാരികൾ ഇവിടെ വ്യാപാരം ചെയ്യുക മാത്രമായിരുന്നില്ല, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരവും അവർ പിടിച്ചടക്കി. പിന്നീട് 1-2 നൂറ്റാണ്ടുകൾ നാം വിദേശ രാജ്യത്തിൻ്റെ പൗരന്മാരായി തീർന്നു. അത് 1947 മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദിയായ മഹാരഥന്മാരുടെ അധ്വാനവും ക്ലേശവും ക്ഷമയോടെയുള്ള പ്രതിരോധവും നിമിത്തം രാജ്യം സ്വതന്ത്രമായി. ഇതുപോലെ തന്നെ ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ഇവിടെ കാതോലിക്കേറ്റ് ലഭിച്ചു. അതിൽ നാം അഭിമാന പുളകിതരാണ്. ഈ കാതോലിക്കേറ്റ് ഇവിടെ നിലനിൽക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ്.
അതിനെ നിലനിർത്തണം. അതിനുവേണ്ടി പ്രത്യേകമായി നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയ ഓഹരി ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കൊടുക്കുകയും വേണം. കാതോലിക്കേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കുവാൻ ഇവിടെ കഴിയുകയില്ല. മേൽപ്പട്ടക്കാരെ വാഴിക്കാൻ നിവൃത്തിയില്ല. പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യാൻ ഇവിടെ നിവൃത്തിയില്ല. പല കാര്യങ്ങൾക്കും വിദേശ രാജ്യത്ത് നിന്ന് അനുവാദം വാങ്ങേണ്ടി വരും. അതെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെ മുന്നമേ കണ്ട് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും അത് ഇന്നോളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ഇനിയും നിലനിൽക്കട്ടെ. ഇത് നമ്മുടെ പുരാതന മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഒരു അവകാശമാണ്. ആ അവകാശം ഇനി നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, സഭയെ സഹായിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.